പരിചിൽ നിറയും നിൻമുഖശോഭ ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോര. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി സംസാരിച്ചിട്ടുള്ള വ്യക്തി ഒരു പക്ഷേ ചരിത്രം എന്നും ഓർത്തു വെക്കുന്ന വിക്ടർ ഹ്യൂഗോ എന്ന മഹത് വ്യക്തിയാണ്. മഹാനായ വിക്ടർ ഹ്യൂഗോ ചരിത്രത്തിൽ ഇന്നും വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. ഫ്രഞ്ച് റൊമാന്റിക് എഴുത്തുകാരനായിരുന്ന അദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനും സാമൂഹ്യ പ്രവർത്തകനും ഒരു നല്ല മനുഷ്യസ്നേഹിയുമായിരുന്നു എന്ന് വിക്ടർ ഹ്യൂഗോയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട്. 1802 ഫെബ്രുവരി മാസം 26-ാം തീയതി ഭൂജാതനായ അദ്ദേഹം ഫ്രാൻസിലെ പാരീസിൽ വെച്ച് 1885 മെയ് മാസം 22-ാം തീയതി ഇഹലോകവാസം വെടിയുമ്പോൾ 83 വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു മഹത്തായ ജീവിതം, ലോകമെന്നും ഓർത്തുവെക്കുവാൻ തക്കവണ്ണം സമ്പുഷ്ടമായി തീർന്ന ഒരു ജീവിതം, ഓർമ്മകളിൽ കുളിർമ പകരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. ഒരു കവിയും നോവലിസ്റ്റും തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്ന വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിന്റെ പുതുമയുള്ള ആശയങ്ങളും ചിന്തകളും ലോകത്തിന് പകർന്നത് ലോകമെന്നും നന്മയിലേക്കും സ്നേഹത്തിലേക്കും വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ടാണ്. 1848 മുതൽ 1851 വരെ പാർട്ടി ഓഫ് ഓർഡറിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം 1871 ഒരു സ്വതന്ത്ര ലിബറലായി തീർന്ന് 1876 മുതൽ 1885 വരെയുള്ള കാലം ഒരു റിപ്പബ്ലിക്കൻ യൂണിയൻ അംഗമായി തന്റെ ജീവിതത്തെ സേവനത്തിന്റെ പാതയിൽ പ്രതിഷ്ഠിച്ച മഹാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സർവ്വലോകത്തോട് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ സന്ദേശം നീ വെളിച്ചമാവുക, നീ വെളിച്ചമേകുക എന്നാണ്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരേ സമയം ഒരു വെളിച്ചമാവുക എന്നും അതേസമയം വെളിച്ചമേകുന്നവനുമായിരിക്കുക എന്നാണ്. അത്രമാത്രം അർത്ഥപൂർണമായി മനുഷ്യ ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഇരുട്ടിനെ കുറിച്ച് പിറുപിറുത്തത് കൊണ്ടോ പരിഭവിച്ചത് കൊണ്ടോ കാര്യമായില്ല. ചുറ്റും വ്യാപിച്ചിരിക്കുന്ന അന്ധകാരത്തെ, അജ്ഞതയുടെ അന്ധകാരത്തെ, തിന്മയുടെ അന്ധകാരത്തെ, അസ്വസ്ഥതകളുടെ അന്ധകാരത്തെ പ്രകാശിക്കുന്ന ഒരു ദീപമായി നാം ജ്വലിച്ച് നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്നാണ് വിക്ടർ ഹ്യൂഗോ ലോകത്തെ പഠിപ്പിച്ചത്. നാം തന്നെ ഒരു വിളക്കായി മാറണമെന്നാണ് വിക്ടർ ഹ്യൂഗോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. തിന്മകളെ മാറ്റിക്കളയുന്ന, നന്മകളെ പ്രകാശിപ്പിക്കുന്ന അനുഗ്രഹത്തിന്റെ വിളക്കുകളായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വിക്ടർ ഹ്യൂഗോ പറയുന്നു, ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്ന അവസാന യാത്രികനും വെളിച്ചം നൽകാൻ ത്രാണിയുള്ള കത്തിജ്വലിക്കുന്ന ഒരു ദീപമായിരിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, വെളിച്ചമേകുന്നവരാകുക. അന്ധകാരം വ്യാപിച്ച് നിരാശ നേരിട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതത്തിലേക്ക്
വെളിച്ചം നൽകുന്നവരായിരിക്കുക, പ്രതീക്ഷകളെ പ്രസരിപ്പിക്കുന്നവരാവുക, നന്മയെ പകർന്നു കൊടുക്കുന്നവരാവുക. സാന്നിധ്യം കൊണ്ട്, സംസാരം കൊണ്ട്, സാമീപ്യം കൊണ്ട് മറ്റുള്ളവരുടെ അന്ധകാരാവസ്ഥയെ പ്രകാശപൂരിതമാക്കി തീർക്കുക. എന്നും നന്മയുടെ പക്ഷത്ത് നിൽക്കുക. തിന്മയെ നഖശികാന്തം എതിർക്കുക. ആത്യന്തികമായി മനുഷ്യവംശത്തിന്റെ നന്മയെയും ക്ഷേമത്തെയും പ്രതി നിലകൊള്ളുക. വിക്ടർ ഹ്യൂഗോ ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ്. സ്നേഹമുള്ളവരെ, ദൈവദാനമായ ഈ ഭൂമിയിലെ വാസം നമുക്കും മറ്റുള്ളവർക്കും ധന്യത സമ്മാനിക്കുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നന്മകളുടെ കണികകളെ നൽകുന്നതായിരിക്കാം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് കാരണമായി തീർന്നതായിരിക്കാം. ബോധപൂർവം നമുക്ക് പരിശ്രമങ്ങളെ സമർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ നിലനിൽപ്പും അനുഗ്രഹപൂർണമായിട്ട് തീരുക. അതിന് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.